തിരുവനന്തപുരം DCC ജോസ് ഫ്രാങ്ക്ലിൻ എന്നൊരു പേര് കേട്ടുകഴിഞ്ഞാൽ ഇന്ന് കത്തുന്ന രീതിയിലേക്ക് തിരുവനന്തപുരം DCC മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവരുടെ ഫിനാൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ അദ്ദേഹത്തിന് പേര് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നടക്കുകയാണ്. ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തിനാണ് വീണ്ടും ഇത്തരത്തിലുള്ള ആളുകളെ കോൺഗ്രസ് ചുമന്നുകൊണ്ടിരിക്കുന്നത്? ഈ KPCC പുനഃസംഘടനയ്ക്ക് മുമ്പ് തന്നെ, ഈ ജംബോ കമ്മിറ്റി വരുന്നതിനൊക്കെ മുമ്പ് തന്നെ എല്ലാ DCCകളും പുനഃസംഘടന നടത്തണം എന്ന തരത്തിലാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ DCCകളും പുനഃസംഘടന നടത്തണമെന്ന തരത്തിലാണ് വന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഒരു കുരുക്കിൽ ചെന്ന് ചാടുന്നതും ഇത്തരത്തിൽ DCC വീണ്ടും വാർത്താ ശ്രദ്ധ കേന്ദ്രമാകുന്നതും. ഇപ്പോൾ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന പേര് കേൾക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയുമായി ഈ വാർത്തകൾ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സലിതകുമാരി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ആദ്യഘട്ടത്തിൽ ഒക്ടോബർ മാസം 9-ാം തീയതി ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണത്തിന് ഒടുവിലായി ഇപ്പം അവരുടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് മകൻ എഴുതി കൊടുത്ത്, അല്ലെങ്കിൽ മകനും മകൾക്കും ഓരോരുത്തർക്കും ഓരോ കുറിപ്പ് എഴുതി വെച്ചിരുന്നു. വീട്ടിലെ ബൈബിൾ പരിശോധിക്കുന്നതിനിടയിൽ പോലീസിന് അവർക്കൊരു ആത്മഹത്യാക്കുറിപ്പ് ലഭിക്കുന്നു. അപ്പം ഈ ജോസ് ഫ്രാങ്ക്ലിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, ലൈംഗികമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ സ്ത്രീ. അതായത് പതിവായി ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ കടം തീർക്കുന്നതിന് വേണ്ടി സബ്സിഡറി ലോൺ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും തന്നോടൊപ്പം കിടക്ക പങ്കിടുകയും തന്നോടൊപ്പം ശരീരം പങ്കിടുകയും ഒക്കെ ചെയ്യണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയും ഒരു സമയം ഇവരെ സമീപിച്ചപ്പോൾ, അതായത് ജോസ് ഫ്രാങ്ക്ലിനെ സഹായവുമായി സമീപിച്ചപ്പോൾ അവർ കടന്നു പിടിക്കുകയും ഉണ്ടായി. ഒരു ഭർത്താവില്ലാത്ത സ്ത്രീക്ക് നേരെ ഇത്തരത്തിലുള്ള പെരുമാറ്റം സഹിക്കാനാവാത്തത് കൊണ്ടാണ് മരണപ്പെട്ടതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ഒരു തീപിടുത്തം, അത് ഗ്യാസിൽ നിന്നുണ്ടായ പടർന്നുണ്ടായ ഒരു തീപിടുത്തത്തിലാണ് മരണപ്പെട്ടത് എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ സാധിച്ചത്. പക്ഷേ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ, അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ തിരുവനന്തപുരത്ത് DCC, അതായത് തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കും വിധമുള്ള പ്രവണതയാണ് ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഏറ്റവും വലിയ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നതിന് ശേഷം അപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി വരെ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ടും ഇപ്പോൾ താഴെ തട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നേതാക്കന്മാർക്ക് ഇത്രയ്ക്ക് ആവേശമില്ലാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ കാണിച്ചൊരു ആവേശം എന്തുകൊണ്ടാണ് നേതാക്കന്മാർക്ക് ഈ കാര്യത്തിൽ ഇല്ലാത്തത്? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല രാഹുൽ. ഇതിനു മുമ്പ് അനന്തപുരി മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേസ് നമുക്കറിയാം. പുള്ളിക്കാരനൊരു ആധാരമെഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഉപയോഗിച്ച് വിദേശത്ത് താമസിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ വീടും വസ്തുവും തിരുവനന്തപുരത്തെ ജവഹർ നഗറിൽ ഉള്ള ഒരു വലിയ 10 മുറികളുള്ളൊരു കെട്ടിട സമുച്ചയം, വീട് ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയം കള്ളപ്പേര് ഉപയോഗിച്ച്, കള്ള ലൈസൻസ് ഉപയോഗിച്ച്, അതായത് അദ്ദേഹത്തിൻ്റെ ആധാരത്തിനുള്ള ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായി പതിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന്. അതായത് അനന്തപുരി മണികണ്ഠൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തും DCCക്കകത്തും അത്യാവശ്യം സ്വാധീനമുള്ളതും കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ നല്ലപോലെ പെരുമാറ്റമുള്ളതൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ നിന്ന്. പക്ഷേ ഇത്തരം തട്ടിപ്പ് വന്നതിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് അവിടുത്തെ DCC അംഗങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ആ നിലവിലത്തെ അധ്യക്ഷനോ ഒന്നും തയ്യാറായിട്ടില്ല. അതിനുശേഷം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പലതരത്തിലുള്ള വിഷയം തിരുവനന്തപുരത്തെ കോൺഗ്രസ് DCCക്കകത്ത് നിൽക്കുമ്പോഴും ഇതിനെയെല്ലാം സംഘടന കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കണ്ടില്ല എന്ന് നടിക്കുക മാത്രമല്ല, ഇവർക്കെല്ലാം ഒരു സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നിലവിൽ ഉയർന്നു വരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പറയുമ്പോൾ അത്രയും ഉയർന്ന പദവിയിൽ നിൽക്കുകയും MLA സ്ഥാനത്തിരിക്കുകയും ചെയ്ത ഉടനടി കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കോൺഗ്രസിനെ ഇത് ബാധിക്കുമെന്നുള്ളത് മാറ്റി നിർത്തുകയും നിയമസഭയിൽ പോലും വരില്ലെന്ന് D സതീശൻ പറഞ്ഞു എന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറി നിൽക്കുകയും, അപ്പോൾ ഈ മുകൾ തട്ടിലുള്ളവർക്ക് മാത്രം മതിയോ ഈ ശുദ്ധീകരണം? നമുക്ക് നോക്കാനുള്ളത് ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ ലോക്കൽ നേതാക്കൾ, ഈ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് അറിവ് ശരിയാണെങ്കിൽ DCC ജനറൽ സെക്രട്ടറിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നെയ്യാറ്റിൻകര വാർഡ് കൗൺസിലറും കൂടെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരിച്ചുവരവ് നടത്താൻ ഒരുങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രാദേശികമായ നേതാക്കൾ കൊണ്ടുവരുന്ന ഇതുപോലുള്ള വിഷയങ്ങൾ കോൺഗ്രസിന് ജില്ലയ്ക്കകത്ത് ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും, തലവേദനയായി മാറുകയും
ആര്യരാജേന്ദ്രനെയൊക്കെ പൂട്ടാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ആര്യരാജേന്ദ്രനെയൊക്കെ പൂട്ടണമെങ്കിൽ അവിടെ ശക്തമായിട്ടൊരു പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് പണിപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അപ്പോൾ തന്നെ, അതായത് താഴെ തട്ടിലാണ് യഥാർത്ഥത്തിൽ വേഗം തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത്. ഇപ്പം തന്നെ നമ്മൾ കണ്ടാണ് കടക്കിൽ CPIയിൽ നിന്നും കൂട്ടരാജ്യവുമായിട്ട് ആളുകൾ പോകുന്നത്. അതെന്തുകൊണ്ടാണ്? പാർട്ടി കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 700ഓളം പേരാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പോയിട്ടുള്ളത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ പാർട്ടി തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതേപോലെ തന്നെയല്ലേ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. ഇപ്പൊ അവിടെ ജോസ് ഫ്രാങ്ക്ലിനെതിരെ കോൺഗ്രസ് നടപടി എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ DCC ജനറൽ സെക്രട്ടറി ആണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നടപടികൾ അതത് സമയത്തെടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ നാളെ ചോദ്യം ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് മാറ്റി നിർത്തിയത്? അവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായതുകൊണ്ടാണ്. താഴെ തട്ടിൽ ആളുകൾ ചോദ്യം ചെയ്യില്ല എന്നത് എന്താണ് ഇവർക്ക് അതിനുള്ള ഉറപ്പ്? എന്താണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ഇത് കൃത്യമായിട്ട് ആയുധമാക്കിയെടുക്കും, അത് ഉറപ്പാണ്. രാഹുൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ആക്റ്റീവായി പങ്കാളിത്തത്തോടെ പല വാർഡുകളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പം മുതിർന്ന നേതാക്കളെ തന്നെ ഇപ്പം ചെന്നിത്തലയായാലും എറണാകുളം ജില്ലയുടെ ചുമതല VD സതീശനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ചെന്നിത്തലയും K സുധാകരനും K മുരളീധരനും ഉൾപ്പെടെ ഉള്ളവരെ ഇറക്കി മൊത്തത്തിൽ ഒരു മാസ് ക്യാമ്പയിനിങ് നടത്തിയിട്ട് തദ്ദേശത്തിൽ, അതായത് എല്ലാ കാലവും നോക്കിയാലും നമുക്കറിയാൻ കഴിയും തദ്ദേശത്തിൽ കോൺഗ്രസിന് താഴോട്ട് പോകുന്നൊരു പതിവ് നമുക്ക് കാണാൻ കഴിയും. അത് മറികടന്നുകൊണ്ട് 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ എല്ലാ ലോക്കൽ ബോഡികളിലും ഉണ്ടാക്കാൻ കഴിയണമെന്നൊരു പ്രതിജ്ഞയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ വളരെ വലുത് തന്നെയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം സംസ്ഥാന തലത്തിൽ ചർച്ചയാകുമ്പോൾ ഇതേപോലെ ഇപ്പോൾ എൻ്റെയും രാഹുലിൻ്റെയൊക്കെ വീട്ടിന് അവിടെ ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു വാർഡ് മെമ്പർ ഇത്തരത്തിലൊരു വിഷയം കാണിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർഡ് മൊത്തം ചർച്ചയാവും. ചിലപ്പോൾ അപ്പുറത്തെ വാർഡുകളിൽ ഇത് വിഷയം ചർച്ചയാവും. ആ മണ്ഡലത്തിൽ മുഴുവൻ ആ വിഷയം ചർച്ച ചെയ്തിരിക്കും. ഇപ്പം ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ DCC ജനറൽ സെക്രട്ടറി ആണ്. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ മുഴുവൻ ഇതിന്റെ അലവടികൾ ഉണ്ടാവും. ഇപ്പം CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസിനെ പൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോദ്യചിഹ്നമായിട്ട് ഈ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് വരും. അപ്പം അവിടെ കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തത്? കോൺഗ്രസ് പറഞ്ഞല്ലോ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇരകളുടെ ഒപ്പമാണ് എന്നെല്ലാം പറഞ്ഞല്ലോ. ഇവിടെ എന്ത് നിലപാടെടുത്തു എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അവിടെ എന്തെങ്കിലും നിലപാട് ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞോ? അല്ലെങ്കിൽ കോൺഗ്രസ് അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ അവിടെ? തീർച്ചയായും. അതായത് ഇതുവരെ യാതൊരുവിധ നടപടികളും ഇതിൻ്റെ ഭാഗമായി എടുത്തിട്ടില്ല. ഒന്ന് വാ തുറക്കാൻ വരെ പേടി. എന്തിനാണ് ഇത്തരത്തിൽ പ്രാദേശികമായ വിഷയം ഉണ്ടാക്കുന്നവരെ സംരക്ഷിക്കുന്നത് എന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്ന് വെച്ചാൽ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി മാറാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടേ ഇല്ല. അവിടെ എന്താണ് BJPയുടെ മേൽക്കൈയാണ്. BJPയുടെ മേൽക്കൈ അവസാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പല ഘട്ടങ്ങളിൽ ശ്രമിക്കുമ്പോഴും പ്രാദേശികമായി ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നു. ഇപ്പോൾ നാട്ടിലൊരു കോൺഗ്രസ്സുകാരനുണ്ട്, ഒരു CPMകാരനുണ്ട്. നാട്ടിലിപ്പോൾ ജോസ് ഫ്രാങ്ക്ലിനെ പോലൊരു വ്യക്തി, അല്ലെങ്കിൽ രാഹുലിനെ പോലൊരു വ്യക്തി, എന്നെ പോലൊരു വ്യക്തി, വ്യക്തിയധിഷ്ഠിതമായി കിട്ടുന്ന വോട്ടുകളുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം അവിടെ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ രാഹുലും ഞാനും മത്സരിക്കുകയാണ്. രാഹുലിന് അടുത്ത ബന്ധമുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ഒരു വാർഡിൽ ഇപ്പോൾ ജോസ് ഫ്രാങ്ക്ലിൻ നെയ്യാറ്റിൻകര മത്സരിക്കുകയാണ്. ജോസ് ഫ്രാങ്ക്ലിന് മത്സരിക്കാൻ സാധിച്ചില്ല. മറ്റൊരു സാഹചര്യത്തിൽ വേറൊരു പ്രവർത്തനം നിർത്തേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ജോസ് ഫ്രാങ്ക്ലിനെയും മണികണ്ഠനെയും പോലുള്ളവർ ഇവരെ പരിചയപ്പെടുത്താനായി ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഇത്തരം ആരോപണങ്ങളാൽ ജനങ്ങളെ സമീപിക്കുക? അതെ, അത് വലിയൊരു ചോദ്യമാണ്. അത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉള്ള വോട്ടും കൂടെ പോകത്തല്ലേ ഉള്ളൂ കോൺഗ്രസിന്. ഇപ്പം ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പെണ്ണുപിടിക്കാനായിട്ടുള്ള ഒരു നേതാവ് ഞങ്ങളുടെ വീട്ടിൽ കയറി വോട്ട് പിടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ഷീണം വരുന്നത് കോൺഗ്രസിനാണ്, അവിടെ ആ നേതാവിനല്ല. നേതാക്കന്മാർ ഒരുപാട് ഉണ്ടാവും, പക്ഷെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള നിലപാടോടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഈ കഴിഞ്ഞ തവണത്തെ പോലെ, അതായത് ഈ പ്രാവശ്യം CPM ഒരുപടി മുന്നിലാണെന്ന് തന്നെ പറയാം. ഈ ഓണം കഴിഞ്ഞതിന് ശേഷം അവർ കൃത്യമായ രീതിയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തദ്ദേശത്തെ എങ്ങനെ നേരിടാം, കഴിഞ്ഞതിന് അവർ നിർത്തിയിരുന്ന മേയർ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ആര്യാചാര്യന് നറുക്ക് വീണെന്നുള്ള വാർത്തകൾ ഒരുപാട് തലത്തിൽ നിന്നും വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രാവശ്യം അവർ സേഫായി
കൃത്യമായി ആരാണ് കോർപ്പറേഷൻ മേയർ ആവേണ്ടത്, അവർക്കൊരു സേഫായ വാർഡ് കൊടുത്തുകൊണ്ട് അവരെ എവിടെ മത്സരിപ്പിക്കണം, അവരെ എങ്ങനെ ജയിപ്പിച്ചെടുക്കണം, കൃത്യമായ രീതിയിൽ ജില്ലാ കമ്മിറ്റികൾ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംഘടനാ നടപടികൾ പൂർത്തിയാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്.